ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. ഹലോ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത് ലെവൽ 1 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ലെവൽ 1 മുതൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഓപ്ഷൻസോട് കൂടി 4 ഓപ്ഷൻസോട് കൂടിയുള്ള ചോദ്യങ്ങളാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഓപ്ഷൻ ഇല്ലാതെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ, അതായത് ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ് അത് പഠിച്ച് ഓരോന്നും വിവരിച്ച് അതെങ്ങനെയാണ് ഈസി ആയിട്ട് ഓരോ ട്രിക്ക് വെച്ച് മനസ്സിലാക്കാൻ പഠിക്കാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം തന്നിരിക്കുന്നത് ഇതാണ്: ചിത്രത്തിൽ തന്നിരിക്കുന്ന ട്രാഫിക് ചിഹ്നം അല്ലെങ്കിൽ ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. സാധാരണയായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ അടിയിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഓപ്ഷൻ ഇല്ലാതെ പഠിക്കുകയാണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഈ ഒരു ട്രാഫിക് ചിഹ്നം സൂചിപ്പിക്കുന്നത് നിർത്തുക എന്നതാണ്. എന്താണ് നിർത്തുക? അല്ലാതെ ഈ ഒരു ചോദ്യം എങ്ങനെ വരാം? നിർത്തുക എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ തന്നിട്ട് ഈ ഒരു ചിഹ്നം ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് നൽകാം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് എന്താണ്? നിർത്തുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ നിർത്തുക എന്നുള്ളത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിക്കാം, അല്ലെങ്കിൽ ഈ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കിത് നിർത്തുകയാണ് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 15 സിഗ്നൽസ് എങ്ങനെയാണ് ഇങ്ങനെ തന്നിട്ട് നമുക്ക് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ ഒരു ചിഹ്നമാണ് വഴി കൊടുക്കുക. ഈ ചിഹ്നം പ്രവേശനം ഇല്ല. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ഒരു ദിശയിലേക്ക് മാത്രം ഗതാഗതം എന്നാണ്. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ഹോൺ നിരോധിച്ചിരിക്കുന്നു. കാളവണ്ടി ഓർ കുതിരവണ്ടി നിരോധിച്ചിരിക്കുന്നു. കാൽനട യാത്ര നിരോധിച്ചിരിക്കുന്നു. വലത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു ട്രാഫിക് ചിഹ്നം സൂചിപ്പിക്കുന്നത്. ഇടത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. അടുത്ത ട്രാഫിക് ചിഹ്നം യു ടേൺ നിരോധിച്ചിരിക്കുന്നു. 2 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. 2 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. 3.5 മീറ്റർ താഴെ മാത്രം ഉയരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനം. 3.5 മീറ്റർ താഴെ മാത്രം ഉയരമുള്ള വാഹനങ്ങൾക്ക്, അതായത് 3.5 മീറ്റർ കൂടുതലുള്ള ഉയരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്നതുമാണ് സൂചിപ്പിക്കുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ കൂടാത്ത വേഗതയിൽ വാഹനം ഓടിക്കുക. മണിക്കൂറിൽ 50 കിലോമീറ്റർ കൂടാത്ത വേഗതയിൽ വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാഫിക് ചിഹ്നം സൂചിപ്പിക്കുന്നത്. പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം സൂചിപ്പിക്കുന്നത് പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഈ പറഞ്ഞ 14 സിഗ്നൽസ് ഉണ്ടല്ലോ, ട്രാഫിക് സിഗ്നൽസും അത് സൂചിപ്പിക്കുന്ന കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ ട്രിക്കുകളോടുകൂടി എങ്ങനെ എളുപ്പത്തിൽ പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഓരോരോ ഓപ്ഷൻസും ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ ഇത് പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നതാണ്, ഇത് വഴി കൊടുക്കുകയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമ്മളിത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിഹ്നമാണ് ലെവൽ 1 നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഈ ഒരു ചിഹ്നം കണ്ടാൽ ഇത് നിർത്തുക എന്നുള്ളതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിൽ ആ ഒരു ചിഹ്നം കാണുമ്പോൾ ഓർമ്മ വരണം. ഓക്കെ, ഇതെന്താണ്? ഇത് നിർത്തുക. ഇതിൻ്റെ കളർ എന്താണ്? ഒരു റെഡ് കളറിലുള്ള ഈ ഒരു ചിഹ്നം നിർത്തുക ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ വരണം. ഇപ്പോൾ 4 ഓപ്ഷൻസ് വെച്ച് പഠിക്കുന്നതിനെക്കാട്ടും നമുക്കിങ്ങനെ ഇതെന്താണ് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ 4 ഓപ്ഷനിൽ നിന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ടൈമൊന്നും പോവാതെ ആ ഒരു ഉത്തരം കണ്ടു കഴിഞ്ഞാൽ ടിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിർത്തുക, ടു സ്റ്റോപ്പ്, എന്താണ് നിരോധിച്ചു അല്ലെങ്കിൽ സ്റ്റോപ്പ്. നിർത്തുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു വാണിംഗ് ആണ്, അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് അല്ലേ, നിർബന്ധമായിട്ടും ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു ഇതിനാണ് റെഡ് ബോർഡറൊക്കെ ആയിട്ട്
കൊടുക്കുന്നത്. ഓക്കെ, പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് റെഡ് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ കളർ വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് റെഡ് കളറിലാണുള്ളത്. ഇതെന്താണ്, സ്റ്റോപ്പ്, നിർത്തുക. അപ്പോൾ ഇത് 1 2 3 4 5 6 7 8 ഇത് കോർണേഴ്സ് ഉള്ള ഒരു ചിത്രം അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, നിർത്തുക, റെഡ് കളറിൽ ഈ ഒരു ചിഹ്നം എന്താണ്, നിർത്തുക എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു സാധനത്തിനോട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനോട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലവിടെ നിൽക്കും. അപ്പോൾ ഇത് നിർത്തുക. അപ്പോൾ ഇതെന്താണ്, ഇതിലേ പോയി ഇങ്ങനെയൊക്കെ വന്ന് ഇവിടെ നിർത്തുക. ഓക്കെ, ഇവിടുന്ന് ഒരാൾ ഇങ്ങനെ പോവാണ്, വഴിയിലൂടെ ഇങ്ങനെ പോയി ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തിയപ്പോൾ അയാൾ എന്ത് ചെയ്തു, നിർത്തി. ഓക്കെ, അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇതൊന്നും പിന്നെ പ്രാവർത്തികമാകാൻ പോകുന്നില്ല എന്നൊക്കെ തോന്നാം. പക്ഷേ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ട്രിക്ക് ഉണ്ടല്ലോ, ഇത് നിർത്തുക ആണ് ഇത് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ആ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായി. ഒരാൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി ഇവിടെ നിർത്തുക. അപ്പോൾ ഇതെന്താണ്, ഈ ഒരു ട്രാഫിക് ചിഹ്നം സൂചിപ്പിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് തിരിച്ചിട്ട് വരാം. എന്താ വരിക, ഇപ്പോൾ നിർത്തുക എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ ഈ ചിഹ്നം തന്നിട്ട് ഈ ഒരു ചിഹ്നം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് വരാം. അല്ലാതെയോ ഈ ചിഹ്നം തന്നിട്ട് ഇതെന്താണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതെന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ നിർത്തുക എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള നിർത്തുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു ചിഹ്നം കണ്ടാൽ ഇനി മറന്നു പോയത്, റെഡ് കളറിൽ ഇങ്ങനെ ഒരു ചിഹ്നം ഉണ്ടായാൽ ഇതെന്താണ്, ഇത് നിർത്തുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്, വഴി കൊടുക്കുക. ഇങ്ങനെ ഒരു ഇപ്പൊ നമ്മുടെ ട്രയാങ്കിളിനെ തിരിച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴോട്ടേക്കുള്ള ഈ ഒരു സംഭവമാണ് എന്ത്, വഴി കൊടുക്കുക. ഈ ഒരു ചിഹ്നം തന്നു കഴിഞ്ഞാൽ അത് വഴി കൊടുക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. വഴി കൊടുക്കുക, ഇത് ഏത് കളറിലാണ് ഉണ്ടാവുക, റെഡ് കളറിലാണ് ഉണ്ടാവുക. അപ്പൊ ഇതെന്താണ്, വഴി കൊടുക്കുക. ഇതിനെ നമുക്ക് നമ്മൾ മുന്നേ പഠിച്ചത് എന്താണ്, നിർത്തുക അല്ലെ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെയും ഒരു ട്രിക്ക് ഉപയോഗിച്ച് പഠിക്കാം. ഇവിടുന്ന് ഒരാൾ സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് ഇങ്ങനെ പോവാണ്, ഇങ്ങനെ താഴോട്ടേക്ക് വന്നു, ഇവിടുന്ന് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് വന്നു. അങ്ങനെയൊക്കെ നിങ്ങളൊരു സങ്കല്പം കൊടുക്കുക. ഒരു വണ്ടി ഇങ്ങനെ വരികയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിഹ്നം എന്താണ്, വഴി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ട്രയാങ്കിള് തിരിച്ച് ഇട്ടത് എന്താണ്, വഴി കൊടുക്കുക, ട്രയാങ്കിൾ തിരിച്ചിട്ടത്. അല്ലെങ്കിൽ അതിനോട് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സമൂസ കൊടുക്കുക, സമൂസക്ക് വഴി കൊടുക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ മറ്റൊരു ഇതുമായിട്ട് ബന്ധിപ്പിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് മനസ്സിലാവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതെന്താണ്, വഴി കൊടുക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഇതെന്താണ്, ഇത് പ്രവേശനമില്ല. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്താണ്, പ്രവേശനം ഇല്ല. ഒരു റൗണ്ടിലുള്ള റെഡ് കളറിലാണ് ഉണ്ടാവുക. എന്നിട്ടോ ഒരു ഏറോ കൊടുത്തിട്ടുണ്ട്, പ്രവേശനം ഇല്ല, പ്രവേശനമേ ഇല്ല. ഒരു ഏറോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏറോ എന്താണ്, ഇല്ല, അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ഇപ്പം അത് മുന്നോട്ടേക്കാവാം, അല്ലെങ്കിൽ ഏത് എങ്ങോട്ടാണെങ്കിലും പ്രശ്നമില്ല. പക്ഷെങ്കിൽ ഇത് എന്താണ്, പ്രവേശനം ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇല്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ കുറുകെ ഒരു ക്രോസിങ് അല്ലെങ്കിൽ ഒരു വര കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്, പ്രവേശനം ഇല്ല എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെഡ് റൗണ്ടിൽ ഇങ്ങനെ ഒരു ഏറോ തന്നിട്ട് അവിടെ ഒരു ഇത് തന്നു കഴിഞ്ഞാൽ അതെന്താണ്, പ്രവേശനം ഇല്ല. ഇതുപോലെ തന്നെയുള്ള വേറൊന്നാണ് ഒരു ദിശയിലേക്ക് മാത്രം ഗതാഗതം. അത് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തതാണ് നമ്മുടെ ഒരു ദിശയിൽ മാത്രം ഗതാഗതം എന്നുള്ളത്. ഒരു ദിശയിൽ മാത്രമാണ് ഗതാഗതം അനുവദിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പ്രവേശനമില്ല. അപ്പൊ ഇങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് മാറിപ്പോവാനുള്ള സാധ്യത. അപ്പൊ ഒരു ദിശയിലേക്ക് മാത്രം ഗതാഗതം എങ്ങനെയാണ് ഉണ്ടാവുക, ഇതിപ്പോ 1 മാത്രല്ലേ, ഒരു ദിശയിലേക്ക് മാത്രം ഗതാഗതം വരുമ്പോൾ നമ്മൾക്ക് ഒരു ദിശ എന്താണ്, ഇങ്ങനെ ഓപ്പൺ ആണ്. പക്ഷെ ഇങ്ങനെ വേർതിരിച്ചിട്ട് അല്ലെങ്കിൽ
ഇപ്പുറത്ത് വേറൊരു ദിശയാണ്. അപ്പോൾ ഇവിടെ ക്രോസ്, ഇതിന് ക്രോസ് ചെയ്തിട്ട് അവിടെ വെട്ടി തന്നെ കരുതുക. അപ്പോൾ ഈ ഒരു വെട്ടി, അപ്പോൾ ഇങ്ങോട്ടേക്ക് മാത്രമാണ് ഗതാഗതമുള്ളൂ, ഇങ്ങോട്ടേക്ക് ഗതാഗതമില്ല. അപ്പോൾ ഇത് ഒരു ദിശയാണ് അല്ലേ, ഇത് ഒരു ദിശ അങ്ങോട്ടും ഒരു ദിശ ഇങ്ങോട്ടുമാണ്. അപ്പോൾ ഇതിൽ ഒരു ദിശ എന്താണ്, വെട്ടിയിട്ടാണുള്ളത്, അതിൽ പോകാനേ പറ്റില്ല, അതാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ദിശയിലേക്ക് മാത്രം ഗതാഗതം, ഇത് മാറിപ്പോകാൻ പാടില്ല, ഇത് പ്രവേശനമേ ഇല്ല, എങ്ങോട്ടും പ്രവേശനമില്ല. അപ്പോൾ ഇങ്ങനെയൊരു ഒന്ന് മാത്രം, ഇത് രണ്ടെണ്ണം തന്നിട്ട് ഇവിടെ ക്രോസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല. പക്ഷേ ഈ ഒരു ദിശയിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടും ഉണ്ട്. അതാണ് ഈ ഒരു ഏറോന് മാത്രം അവിടെ എന്ത് വന്നിട്ടുള്ളത്, ഒരു നിങ്ങൾക്കവിടെ ഇങ്ങനെ തന്നിട്ടുള്ളത്. നമുക്ക് ഹോണിൻ്റെ കേട്ടോ, ഹോണ് വേറെ ക്വസ്റ്റ്യൻസ് പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഹോൺ അനുവദിച്ചിരിക്കുന്നു, ഹോൺ നിരോധിച്ചിരിക്കുന്നു, ഹോൺ നിർബന്ധമായി മുഴക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൽ വരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഹോണിന്റെ ചിഹ്നം ഉണ്ടാവും. ഹോണിന്റെ ചിഹ്നത്തിൽ ഇതുപോലെ തന്നെ ഒരു ക്രോസ് മാർക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത് ഹോൺ നിരോധിച്ചിരിക്കുന്നു എന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹോണ് നിരോധിച്ചിരിക്കുകയാണ്, ഹോണ് പാടില്ല, ഹോണ് നിരോധിച്ചിരിക്കുന്നു, ഹോണ് നിരോധിച്ചിരിക്കുന്നു എന്നാണ് ഇത്. കാരണം നിരോധിച്ചിരിക്കുന്നു, പാടില്ല എന്ന് പറയുന്നതാണ് ഈ ഒരൊറ്റ വെട്ട്. ഇപ്പോൾ പാടില്ല, ഒരൊറ്റ വെട്ട്, അതാണ് മറ്റേ നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചതിലും പ്രവേശനമില്ല, ഒന്നും പാടില്ല അല്ലെങ്കിൽ ഇല്ല, നിരോധിച്ചു എന്നൊക്കെ ഉള്ളതിനാണ് ഈ ഒരു വെട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു റെഡിൽ ഇങ്ങനെ ഒരു വെട്ടാണെങ്കിൽ ഹോണ് നിരോധിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതും നമ്മുടെ കാളവണ്ടി ഓർ കുതിരവണ്ടി നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്തത്. അപ്പോൾ കാളവണ്ടി അല്ലെങ്കിൽ കുതിരവണ്ടി, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാളവണ്ടിയുടെ പിക്ചർ കാണാം, കാളവണ്ടിയുടെ ഒരു പിക്ചർ കാണാം, അല്ലെങ്കിൽ ഓർ കുതിരവണ്ടി അങ്ങനെ ഒരു പിക്ചർ കാണാം. അപ്പോൾ ആ ഒരു കാളവണ്ടിയുടെയും കുതിരവണ്ടിയുടെയും മുകളിലായിട്ടും എന്തുണ്ടാവും, ഇങ്ങനെ ഒരു മാർക്ക് ഉണ്ടാവും. ഇത് റെഡ് കളറിലായിരിക്കും, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു മാർക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്രോസ് മാർക്ക്, പാടില്ല അല്ലെങ്കിൽ നിരോധിച്ചിരിക്കുന്നു, കാളവണ്ടി ഓർ കുതിരവണ്ടി നിരോധിച്ചിരിക്കുന്നു എന്നായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റൗണ്ടും അതിൻ്റെ ഉള്ളിലൊരു റെഡ് റൗണ്ടും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ക്രോസ് മാർക്കും വെട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു എന്തെങ്കിലും പാടില്ല അല്ലെങ്കിൽ നിരോധിച്ചിരിക്കുന്നു എന്നായിരിക്കുമെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ഒബ്ജക്റ്റ് വന്നാലും ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ, ഇതിലൊരു കാളവണ്ടിയാണ് വന്നതെങ്കിൽ കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ ഒരു സൈക്കിളാണ് വന്നതെങ്കിൽ സൈക്കിൾ നിരോധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഹോൺ ആണെങ്കിൽ ഹോൺ നിരോധിച്ചിരിക്കുന്നു. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഒരു ക്രോസ് മാർക്കോട് കൂടി റെഡ് റൗണ്ടിലാണ് എന്ത് ഒബ്ജക്റ്റ് അതിൽ വന്നാലും അത് ഒന്നുകിൽ പാടില്ല അല്ലെങ്കിൽ നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത നമുക്ക് കാൽനട യാത്ര നിരോധിച്ചിരിക്കുന്നു. കാൽനട യാത്രയ്ക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത്, ഈ പിക്ചറിൽ കാണുന്ന പോലെ നടക്കുന്നതായിരിക്കും. അപ്പോൾ അതെന്താണ്, കാൽനട യാത്ര നിരോധിച്ചിരിക്കുന്നു. കാരണം എന്താണ്, റെഡ് റൗണ്ടിൽ ഇങ്ങനെ ഒരു ക്രോസ് മാർക്ക് ഉണ്ട്. അപ്പോൾ അതെന്താണ്, അതും നിരോധിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു റൗണ്ടിനുള്ളിൽ എന്ത് ഒബ്ജക്റ്റ് വന്നാലും അത് നിരോധിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നേരത്തെ ഒരു ദിശയിലേക്കുള്ളതും പിന്നെ ഇരുദിശയിലേക്കുള്ളതും എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചല്ലോ. ഇനി മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു വലത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. വലത്തോട്ട് തിരിയുന്നത്, അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിക്കുക. ഇത് എങ്ങോട്ടാണ് ഏറോ പോയിട്ടുള്ളത്, നമ്മുടെ ലെഫ്റ്റും റൈറ്റും കൈ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റൈറ്റും ഇതിൽ ലെഫ്റ്റും ആണ് അല്ലേ. അപ്പോൾ ഇത് ഏത് കൈ എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഇപ്പോൾ ലെഫ്റ്റാണ് ഇത് റൈറ്റ് ആണ്. അപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, റൈറ്റ് ആണ് അല്ലേ. അപ്പോൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വലത്താണെന്നുള്ള നമുക്ക് അറിയാം. അപ്പോൾ ഇത് എന്താണ്, വലത്തോട്ട് എന്നുള്ളതാണ് എന്ന് നമുക്ക് കിട്ടിയല്ലോ. ഇനി തിരിയുന്നത്, ഇവിടെ വന്നിട്ടോ ഇങ്ങനെ പോകുന്നില്ലല്ലോ അല്ലേ, ഇതിങ്ങനെ പോകുന്നില്ല. ഇവിടുന്ന് എന്താവുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങനെ ഒരു തിരിയൽ വരുന്നുണ്ട് അല്ലേ. ഇവിടുന്ന് നേരെ പോയിട്ട് ഇങ്ങോട്ട് വലത്തോട്ടേക്ക് തിരിയുന്നതാണ്. ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ക്രോസ് മാർക്കല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിഹ്നമല്ല നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു ചിഹ്നം നമ്മൾ പഠിച്ചത് ദിശ, ഒരു ദിശ, ഇരുദിശ അല്ലെങ്കിൽ മുന്നോട്ട് ഒക്കെയാണല്ലോ നമ്മൾ പഠിച്ചത്. ഇതിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടേക്ക് തിരിയുന്നുണ്ട്, വലത്തോട്ടേക്ക്
തിരിയുന്നുണ്ട് അല്ലേ, വലത്തോട്ടേക്ക് തിരിയുന്നതാണ്. തിരിയുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു വളവ്, ഇവിടെ എന്തുണ്ട്, ഒരു വളവ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെന്താണ്, നമുക്ക് ചിത്രം കണ്ടാൽ മനസ്സിലാവണം, ഇത് വലത്തോട്ട് തിരിയുന്നത് എന്ന് മനസ്സിലാക്കണം. അതിന് നിരോധിച്ചിരിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം, ഇവിടെ ഒരു മാർക്ക് ഉണ്ടാവും, ഈ ഒരു റൗണ്ട് റെഡ് കളറിലുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതെന്താണ്, ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് തിരിയുന്നതാണ് അല്ലേ, ഇത് വലത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് എന്തുള്ളതും നമുക്ക് ഇടത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതും ഇതുപോലെ തന്നെയാണ്. എങ്ങനെയാണ് ഉണ്ടാവുക, എങ്ങനെ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു റൗണ്ട്, റെഡ് റൗണ്ടിൽ എങ്ങോട്ടാണ് ഇടത്തോട്ട് നമ്മൾ ലെഫ്റ്റ് ഇങ്ങോട്ടേക്ക് അല്ലേ, ഇങ്ങോട്ടേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു, ഇടത്തോട്ടേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇത് ചിഹ്നം എങ്ങോട്ടാണ് പോയിട്ടുള്ളത്, ഇടത്തോട്ടാണ് അല്ലേ. അപ്പോൾ ഇത് ഇവിടുന്ന് ഒരു തിരിവ്, ഒരു വളവും ഉണ്ട്, അതുകൊണ്ട് ഇടത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു, വലത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഈ സാധനങ്ങൾ മനസ്സിലാക്കി എടുക്കുക. അതുപോലെ തന്നെ ഒരു നിരോധിച്ചിരിക്കുന്നത് എന്ത്, യു ടേൺ നിരോധിച്ചിരിക്കുന്നു. അതെങ്ങനെയാണ് മനസ്സിലാക്കുക, ഇതുപോലെ തന്നെ റെഡിൽ എന്തുണ്ടാവും, ഒരു റെഡ് റൗണ്ട് ഉണ്ടാവും, അതിലെന്തുണ്ടാവും, അതിൻ്റെ ചിഹ്നം തന്നെ ഉണ്ടാവും, അതായത് യു ടേണിൻ്റെ ചിഹ്നം ഉണ്ടാവും. യു ടേണിൻ്റെ ചിഹ്നം എങ്ങനെയാണ്, ഇങ്ങനെ ചിഹ്നം, ഇങ്ങനെ ഒരു ചിഹ്നം, യു ടേണിൻ്റെ ചിഹ്നം ഉണ്ടാവും. യു ടേൺ നിരോധിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, ഒരു മാർക്ക്, പറ്റില്ല, പോവാൻ പാടില്ല, സ്റ്റോപ്പ്, യു ടേൺ നിരോധിച്ചിരിക്കുന്നു. യു ടേൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ യു ടേൺ എന്നുള്ളതിൽ തന്നെ നമ്മൾക്ക് എന്തുണ്ട്, യു എന്ന ലെറ്റർ നിങ്ങൾക്ക് ഓർമ്മിച്ചു കഴിഞ്ഞാൽ ഇത് യു ടേൺ നിരോധിച്ചിരിക്കുന്നു. ഈ ഒരു യു നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ യു ടേൺ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സിഗ്നൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് ഉണ്ടാവുക, റൗണ്ടിൽ ഇങ്ങനൊരു വെട്ട്, യുവിനെ വെട്ടിക്കളഞ്ഞു, അപ്പോൾ യു ടേൺ പാടില്ല എന്നാണ് നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും, അതായത് 2 മീറ്റർ പിന്നെ 3.5 മീറ്റർ, ഓക്കെ, 3.5 മീറ്റർ എന്നിങ്ങനെ അളവ് ഒരു ഇത് തന്നാൽ, ഇതിപ്പോൾ 2 മീറ്റർ 3.5 മീറ്റർ ഇങ്ങനെ നിങ്ങൾക്ക് തന്നാൽ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഈസിയിൽ മനസ്സിലാക്കാൻ പറ്റുക. ഇതിലിപ്പോൾ ക്രോസ് മാർക്കൊന്നുമില്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താ പിന്നെ ഉറപ്പിക്കാം, ഇത് നിരോധനമോ അല്ലെങ്കിൽ പാടില്ല എന്നുള്ളതോ ഒന്നുമല്ല. ഇതിൽ എന്താണ് വരുന്നത്, 2 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾക്ക് ഇതിലെ പ്രവേശനമില്ല. 2 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങൾ വീതിയുള്ള പ്രവേശനമില്ല എന്നാണ് അല്ലേ. അപ്പോൾ 2 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള പ്രവേശനമില്ല. ഇത് 3.5 മീറ്റർ താഴെ ഉയരമുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം. അതായത് 3.5 മീറ്റർ താഴെ മാത്രം ഉയരമുള്ള, 3.5 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഇത് 2 മീറ്റർ കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഇത് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക, ഇതിൽ പറയുന്നത് എന്താണ്, ഇതിൽ പറയുന്നത് വീതി, ഇതിൽ സൂചിപ്പിക്കുന്നത് വീതിയാണ്, ഇതിൽ സൂചിപ്പിക്കുന്നത് എന്താണ്, ഉയരമാണ്. നമ്മൾ ഉയരവും വീതിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വീതി എങ്ങനെയാണ്, ഒരു സ്ക്വയറിൻ്റെ വീതിയും നീളമൊക്കെ നമ്മൾ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വീതി അല്ലെങ്കിൽ ഉയരം ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാറില്ലേ. ഇത് എന്താണ്, വീതി, ഇത് നീളം അല്ലേ, ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാറില്ലേ, നീളം അല്ലെങ്കിൽ ഉയരം. നമുക്കിവിടെ തൽക്കാലം ഈ നീളത്തിന് പകരം നമുക്ക് എന്തെടുക്കാം, ഉയരം എന്നെടുക്കാം. അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമുക്ക് എന്തുമായിട്ട് പഠിക്കാം, വീതി. ഈ ഒരു ഇങ്ങനെയുള്ള ഇത് എന്താണ്, ഇത് വീതിയാണ്, ഇങ്ങനെ മുകളിലോട്ട് കാണിച്ചത് ഉയരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരം നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതെന്താണ്, 2 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, 3.5 മീറ്റർ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. കൂടുതലുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. എങ്ങനെയുള്ള വാഹനങ്ങൾക്കാണ് പ്രവേശനം, 3.5 മീറ്ററിൽ താഴെയുള്ള വാഹനങ്ങൾക്കാണ് പ്രവേശനം. അപ്പോൾ മനസ്സിലായല്ലോ, ഇത് വീതിയായിട്ട് ഇങ്ങനെയുള്ളത് വീതിയാണെന്നുള്ളതും ഇങ്ങനെയുള്ളത് നീളം അല്ലെങ്കിൽ ഉയരം എന്നുള്ളതും നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ അതിൻ്റെ ഉത്തരം വേഗം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഒരു റെഡ് റൗണ്ടിൽ തന്നെ ഇങ്ങനെ 50 എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതിന് ക്രോസ് മാർക്കൊന്നുമില്ല. പക്ഷെ ഈ റെഡ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകിൽ നിരോധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ്, നമ്മൾക്ക് ഒരു മുന്നറിയിപ്പാണ് ഈ ഒരു റെഡ് കളറിലുള്ളതൊക്കെ നമുക്ക് തരുന്നത്. ഒരു കോഷണറി
സയൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു 50 വരുന്നത് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? മണിക്കൂറിൽ 50 കിലോമീറ്റർ കൂടാതെ വേഗതയിൽ വാഹനം ഓടിക്കുക. 50 കിലോമീറ്ററിൽ കൂടാതെ വേഗതയിൽ വാഹനം ഓടിക്കുക. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യനും ഉണ്ട്. നമ്മൾ മുന്നോട്ട് ഇനി പഠിക്കാനായിട്ടും ഉണ്ട്. 50 ഇങ്ങനെ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിലാണ് വണ്ടി ഓടിക്കേണ്ടത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു 50 കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു മുന്നറിയിപ്പാണ് അല്ലേ, 50 കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ വാഹനം ഓടിക്കരുത് അല്ലേ. 50 കൂടാത്ത വേഗതയിലാണ് വാഹനം ഓടിക്കേണ്ടത്, 50 കിലോമീറ്ററിൽ കൂടരുത് എന്നാണ് ഈ ഒരു കോഷണറി മുന്നറിയിപ്പ് നൽകുന്നത്, ഈ ഒരു 50യെ പറ്റിയിട്ട്. ഓക്കെ, ഒരു നിരോധനം കൂടിയുണ്ട്. നമ്മൾക്ക് പി എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. പിന്റെ ഷോർട്ട് ഫോം ആണ് പാർക്കിംഗ്. ഇതിനെ ഇങ്ങനെ വെട്ടിട്ട് കൊടുത്തു, റെഡ് റൗണ്ടിൽ ഇങ്ങനെ ഒരു ക്രോസ് മാർക്ക് വന്നത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നോ പാർക്കിംഗ്, അല്ലെങ്കിൽ പാർക്കിംഗ് ഇവിടെ പാടില്ല, പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു, പാർക്കിംഗ് നിരോധിത മേഖല അങ്ങനെയൊക്കെ പറയും. പാർക്കിംഗ് നിരോധനം, പാർക്കിംഗ് എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ പാർക്കിംഗ് പാടില്ല. അപ്പം നമ്മളിങ്ങനെ തെറ്റിടില്ലേ, പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു ഇതിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പാർക്കിംഗ് നിരോധനം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ഫോർ പാർക്കിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിലൊരു വേറെ എന്തെങ്കിലും ഓട്ടോ ആണെങ്കിൽ എന്താണ്? ഓട്ടോ പാർക്കിംഗ് പാടില്ല, അല്ലെങ്കിൽ ഓട്ടോ നിരോധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ബസ്സാണെങ്കിൽ നിരോധിച്ചിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം പാർക്കിംഗ് നിരോധനം എന്നാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.